ഒരു പുരുഷന് ഫെർട്ടിലിറ്റിയുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, വന്ധ്യതയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് സെമൻ അനാലിസിസ് റിപ്പോർട്ടിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആരെയാണ് കാണിക്കേണ്ടത്? നിങ്ങൾ തീർച്ചയായിട്ടും ഒരു റീപ്രൊഡക്റ്റീവ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണിക്കുക. അതായത് ഫെർട്ടിലിറ്റി, ഒരു മെയിൽ ഫാക്ടർ ആയിരിക്കും ഫീമെയിൽ ഫാക്ടർ ഫെർട്ടിലിറ്റിയുമായിട്ട് ഡീൽ ചെയ്യുന്ന ഡോക്ടറിനെ തന്നെ കാണിക്കുക. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇത് പറയാനുള്ള കാരണം ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യപ്പെടുന്ന ഒരു ഫാക്ടറാണ് ഈ സെമൻ അനാലിസിസ്. കാരണം ഈ സെമൻ അനാലിസിൻ്റെ റിപ്പോർട്ട് കാണുമ്പോൾ സാധാരണ എല്ലാവരും എന്തെങ്കിലും ഒരു ആൻറ്റി ഓക്സിഡൻ്റ് എഴുതി കൊടുക്കുക. അങ്ങനെ എത്ര പേഷ്യൻസ് ആണെന്നറിയാം. കാരണം കൗണ്ട് 4 മില്യൺ 3 മില്യൺ, ആക്ച്വലി അവരൊരു ടെസ്റ്റിക്കുലാർ കോസ് ആയിരിക്കാം, അവരുടെ FSH വളരെ കൂടുതലായിരിക്കാം. അപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നെങ്കിൽ അവരുടേതായ ഒരു കുട്ടിയെ കിട്ടേണ്ട കേസിന് ഇവർ കുറച്ചധികം നാൾ അവിടെ നിന്ന് മെഡിസിൻ കഴിച്ചു, ഇവർ വേറെ കുറച്ച് നിന്ന് മെഡിസിൻ കഴിച്ചു, അങ്ങനെ വർഷങ്ങൾ നീണ്ടുപോയി. എൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് FSH 20-ന് മുകളിലുമായി, ഒരു ബീജം പോലും കിട്ടാത്ത ഒരവസ്ഥയായി. അവർ തീർച്ചയായിട്ടും ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കണ്ടിരുന്നെങ്കിൽ അവരുടേതായ ഒരു കുട്ടിയെ തന്നെ കിട്ടാനുള്ള സാധ്യത വളരെ അധികമായിരുന്നു. പുരുഷ വന്ധ്യതയാണെങ്കിൽ, സ്ത്രീക്കുള്ള വന്ധ്യതയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണാൻ ശ്രമിക്കുക.